സിനിമയുടെ തുടക്കത്തിൽ ഒരു ഭീകരം നിറഞ്ഞൊരു സ്ഥലമാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് ഒരു കാട്ടുപോത്തിനെയാണ്. അത് വെള്ളം കുടിക്കാനായി നദിക്കരയിലെത്തും. അപ്പോൾ പെട്ടെന്നൊരു മുതല വന്ന് അതിനെ ആക്രമിച്ചിട്ട് അതിനുശേഷം അതിനെ നദിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് കാണിക്കുന്നത് ഹീറോനെയാണ്. ഹീറോയുടെ പേരാണ് പീറ്റ്. പീറ്റ് ഒരു റിപ്പോർട്ടറാണ്. അവന് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത് അവന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അവൻ ഈ മുതലയെ പറ്റി അറിയും. എന്നിട്ട് ഈ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൻ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ഈ മുതലയെ പറ്റി ചോദിക്കും. അപ്പോൾ അവരിവന് ഓരോന്നായി മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇവൻ ഇതിൻ്റെ കൂടെയുള്ള ഇൻട്രസ്റ്റ് കൂടി അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവരിവനെ പേടിപ്പിക്കുകയാണ്. ഈ മുതലക്ക് ഏകദേശം 30 അടിയോളം ഉണ്ട്, അങ്ങോട്ട് പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ വല്ലാതെ ഇവർ പേടിപ്പിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് പീറ്റിന് പേടിയാകുന്നില്ല. പിന്നീട് കാണുന്നത് കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിൽ കയറുന്നതാണ്. ആ കൂട്ടത്തിൽ പീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബോട്ടിൻ്റെ ഗൈഡ് ഒരു പെൺകുട്ടിയാണ്. അവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ ആ ബോട്ടും എടുത്ത് ഇപ്പോൾ അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ നദിയുടെ സെൻറ്ററിലെത്തുന്നു. അപ്പോൾ കുറേ മുതലകളെ കാണുകയാണ്. അപ്പോൾ യാത്രക്കാർക്കൊക്കെ ചെറിയ പേടി തോന്നി. അപ്പോൾ ഹീറോയിൻ മുതലകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഈ മുതലകളൊന്നും ഒന്നും ചെയ്യില്ല, കാരണം നമ്മുടെ വലിയ ബോട്ടാണ്. അപ്പുറത്ത് വലിയ ഡേഞ്ചറായ മുതലകളുണ്ട്. അവരാണ് നമ്മളെ ഉപദ്രവിക്കുക. അവർക്ക് 30 അടിയോളം ഉണ്ടാകും. ഇവിടെയുള്ളതൊക്കെ 15 അടിയുള്ള മുതലകളാണെന്ന്. അപ്പോൾ യാത്രക്കാർക്കൊക്കെ ഒന്ന് പേടിയാവുകയാണ്. അങ്ങനെ ഹീറോയിൻ പറയുകയാണ് അപ്പുറത്ത് പോകാൻ കഴിയില്ല, അത് ഡേഞ്ചർ സോണാണെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഈ ബോട്ടിന് നേരെ 2 പേര് വരികയാണ്. അത് വേറെ ആരുമല്ല, ഹീറോയിൻ്റെ സുഹൃത്തുക്കളാണ്. അവർ വന്നത് ഈ താറാവുകളൊക്കെ ഒന്ന് പിടിക്കാനാണ്. അങ്ങനെ അവർ കുറച്ചു നേരം ഹീറോയിൻ്റെ കൂടി സംസാരിച്ചതിന് ശേഷം അവരവിടെ നിന്ന് മടങ്ങുന്നു. ഹീറോയിൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോഴാണ് മലയുടെ മുകളിൽ നിന്നും പുക വരുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുകയാണ് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സിഗ്നൽസ് ഒക്കെ വരിക. അപ്പോൾ ഹീറോയിൻ നോക്കുമ്പോൾ അത് ഡേഞ്ചർ സോണിലാണ്. ഹീറോയിൻ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. അപ്പോൾ ഹീറോയിൻ ആ ഡേഞ്ചർ സോണിൽ ധൈര്യത്തോടെ പോവുകയാണ്. അങ്ങനെ അവർ അവിടെ എത്തി നോക്കുമ്പോൾ പകുതി ചതുർപ്പ് നിറഞ്ഞ സ്ഥലമാണ്. വളരെ പേടിപ്പിക്കുന്ന സ്ഥലം. ഒരു ബോട്ട് കാണുന്നു. അപ്പോൾ ഹീറോയിൻ ചുറ്റിലും നോക്കുകയാണ് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന്. എന്നാൽ ആരെയും അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹീറോയിനൊരു അപകടം കാണുകയാണ്. അപ്പോൾ ബോട്ട് തിരിക്കാൻ നോക്കുമ്പോഴേക്കും ആ മുതല ബോട്ടിനിട്ട് അടിക്കുകയാണ്. എന്നാൽ ബോട്ടൊന്ന് കുലുങ്ങിയെങ്കിലും ആ ബോട്ടിനൊന്നും സംഭവിക്കുന്നില്ല, ബോട്ട് മറിയുന്നില്ല. പക്ഷെങ്കിൽ ബോട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിൻ വേഗത്തിൽ ഒരു കരക്ക് കയറാൻ നോക്കുകയാണ്. അങ്ങനെ അവർ ഒരു കരക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ അത് ചുറ്റും വെള്ളമുള്ളൊരു കരയാണ്. ആ ഒരു നടുഭാഗം മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ്റെ സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ഓടിച്ചെന്ന് അവരോട് കൈകാട്ടിയിട്ട് മുതലയുണ്ട് എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അവർ 2 പേരും ബോട്ട് തിരിക്കാൻ നോക്കുമ്പോഴേക്കും അവരുടെ ബോട്ട് മുതല ആക്രമണത്തിൽ മുങ്ങിപ്പോവുകയാണ്. ആ ബോട്ട് വളരെ ചെറുതായത് കൊണ്ടാണ് വേഗം മുങ്ങിപ്പോയത്. ഇപ്പോൾ അവരിൽ ഒരാൾ രക്ഷപ്പെട്ടു. മറ്റേ ആളെ മുതല ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ രക്ഷപ്പെട്ടിട്ട് വേഗം കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കുറേയായി, രാത്രി ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുകയാണ് നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനൊരു വഴിയേ ഉള്ളൂ, നീന്തണം. അത് വളരെ റിസ്ക്കാണ്. എന്നാൽ ഇതിനൊരു ഐഡിയ ഉണ്ട്. ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒരു കയറ് കെട്ടാം, എന്നിട്ട് അതിന്മേൽ എല്ലാവരും നടന്ന് വന്നാൽ മതി, അതുമേൽ പിടിച്ച് വന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുകയാണ് ഇത് സേഫൊന്നുമല്ല, നീ നോക്കി ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് നീന്തി പോയിട്ട് അവൻ അവിടെ കയറ് കെട്ടുന്നു. എന്നാൽ അവർ നിൽക്കുന്ന ആ തുരുത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പേടിച്ച് ആ കയറുമ കൂടി അങ്ങ് വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭീകര മുതല അവൻ്റെ മുന്നിൽ അവനൊന്ന് തിരിയാൻ പോലും സമയം കൊടുത്തില്ല. അപ്പോഴേക്കും അവനെ അത് കൊന്നിട്ടുണ്ടാവും. അങ്ങനെ അവർ കയറ് കെട്ടിയ കൊമ്പ് ഇപ്പോൾ പൊട്ടി വെള്ളത്തിൽ വീണിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ വെള്ളത്തിൽ വീഴുന്നു. അവർ പേടിച്ചെങ്ങനെയോ അവർ നിന്ന കരയിലേക്ക് തന്നെ എത്തുകയാണ്. ഇപ്പോൾ അവരെ കരയിലെത്തി. ഒരുത്തൻ മാത്രം പുഴയുടെ സൈഡിൽ ശ്രദ്ധയില്ലാതെ നിൽക്കുമ്പോൾ ആ മുതല വന്ന് അവനെയും ആക്രമിച്ച് കൊന്നിട്ട് അത് വെള്ളത്തിലിട്ട് പോവുകയാണ്.
അപ്പോൾ എല്ലാവരും ഇത് കണ്ട് പേടിക്കുകയാണ്. ഇനി ആരാ എന്ന് പറയാനും പോലും ആവില്ല. ഹീറോയിനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹീറോ പറയുന്നു, നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മളും ഇതുപോലെ മരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിന് ഒരു ഐഡിയ വരികയാണ്. അതായത് ഹീറോയിൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന കുറേ താറാവില്ലേ, അതിനെ ഹുക്ക് കെട്ടി മുതലക്കിട്ട് കൊടുക്കാൻ പുഴയിലേക്ക് എറിയുകയാണ്. അങ്ങനെ അവർ പുഴയിലെറിഞ്ഞതും അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ മുതല അത് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ മുതല കുറേ വെയിറ്റുള്ളതും പവറൊക്കെ കാരണം അവർ കെട്ടിയ കയറ് പൊട്ടിപ്പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. കാരണം മുതല എവിടെയാണ് ഉള്ളതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ വെള്ളത്തിൽ തുള്ളിയവരൊക്കെ കരകയറാൻ നോക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഭയന്നുകൊണ്ട് കരകയറാൻ നോക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ഒറ്റയ്ക്ക് നീന്തുകയാണ്. അങ്ങനെ അവളുടെ നേരെ ആ മുതല ആക്രമിക്കാൻ വരുന്നത് ഹീറോ കാണുകയാണ്. അങ്ങനെ അത് കണ്ടതും ഹീറോ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ ആക്രമിക്കാൻ മുതല വരുന്നുണ്ടെന്ന്. എന്നാൽ വേഗം കരകയറുന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അവളെ ആ മുതല ഹീറോയിനെ എങ്ങോട്ടോ കടിച്ചു കൊണ്ടുപോവുകയാണ്. ഹീറോ വെള്ളത്തിൽ തുള്ളി പകുതി വരെ പോയെങ്കിലും പിന്നീട് ആ മുതലയെ കാണുന്നില്ല. ഇപ്പോൾ ഹീറോയിന് സഹായമായി ഹീറോയിൻ്റെ നായയുണ്ട്, അവളെ കണ്ടുപിടിക്കാനായി. പിന്നീട് ആ നായിയെ പകുതി വെച്ച് മിസ്സായി പോവുകയാണ്. പിന്നീട് ഹീറോ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഗുഹ പോലെ ഒരു സ്ഥലം കാണുകയാണ്. അവിടെ നോക്കുമ്പോൾ കുറേ ശരീരങ്ങൾ കാണുകയാണ്. ഇവിടെ വെച്ചാണ് ആ മുതല എല്ലാവരെയും കഴിക്കുന്നതെന്ന് ഹീറോനപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ ആ ഗുഹേൻ്റെ അകത്ത് പോയപ്പോൾ ആ നായിയെ കാണുകയാണ്, കൂടാതെ ഹീറോയിനെയും. അങ്ങനെ ആ ഹീറോ മുതല വരുന്ന സൗണ്ട് കേട്ടിട്ട് ഹീറോയിനെയും എടുത്ത് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് ഹീറോയിനെ ഒളിപ്പിച്ച് വെക്കുന്നു. പിന്നെ ഹീറോ ഒരു സ്ഥലത്ത് നിന്ന് ആ മുതലയെ നോക്കുകയാണ്. അപ്പോൾ ഹീറോ നോക്കുമ്പോൾ ആ ഹീറോയിൻ്റെ ആ നായില്ലേ, അതിനെ മുതല കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ മുതല ഉറങ്ങുകയാണ്. അപ്പോൾ ഇതാ ശരിയായ സമയമെന്നും പറഞ്ഞ് ഹീറോ ഹീറോയിനെയും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുതലയെ കാണുന്നില്ല. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ആ മുതല അവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഹീറോ ഹീറോയിനെയും എടുത്ത് ഒരു പാറക്കടിയിൽ പോവുകയാണ്. എന്നാൽ മുതല ഹീറോയിനെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അത് വലുതാണ്. ആ പാറക്കകത്ത് അതിൻ്റെ വായ പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ മുതലയുടെ പവർ വെച്ചിട്ട് ആ പാറ പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പുറകിലുള്ള ഒരു ഹോള് വഴി പുറത്ത് കടക്കുകയാണ്. അപ്പോൾ മുതല ഹീറോ അതിൻ്റെ അകത്തുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഹീറോയിനെ ആക്രമിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ പുറത്ത് കടന്ന് ഒരു വടി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ മുന്ന് കൂർമ്മം പോലെയാണ്. അങ്ങനെ അതും പിടിച്ച് ഹീറോ ഒരു ആയിട്ടുള്ളൊരു ഭാഗത്ത് നിന്നിട്ട് ആ മുതലയെ അവൻ്റെ നേരെ ആകർഷിപ്പിക്കുകയാണ്. ഇപ്പോൾ ഹീറോന് നേരെ വരുന്നു. അങ്ങനെ ഹീറോ അവിടെ നിന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഈ മുതല മരിക്കും എന്നും പറഞ്ഞ് ആ വടി നേരെ വെക്കുന്നു. ഇപ്പോൾ മുതല ഹീറോനെ കടിക്കാനായി വരുന്നു. അപ്പോൾ ഹീറോനെ ആ മുതല കടിക്കുകയാണ്. എന്നാൽ ആ വടിയുടെ കൂർമ്മ ഭാഗം മുതലയുടെ വായിൽ കയറി മുറിഞ്ഞിട്ട് ആ മുതല മരിക്കുകയാണ്. എന്നാൽ ഹീറോയും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ പാറയിലാണ് മുതല കടിച്ചു പിടിച്ചിരുന്നത്. ഹീറോനെ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ ഹീറോ ഹീറോയിനെയും എടുത്തിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവൻ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ തന്നെ ജീവനോടെ ഉണ്ടായിരുന്നു. പുറത്ത് റെസ്ക്യൂ ടീമൊക്കെ വന്നിട്ടുണ്ട്. അവരെ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ന്യൂസ് വരികയാണ്, ഒരു റിപ്പോർട്ടർ ഒരു മുതലയെ വധിച്ചെന്നും പറഞ്ഞ്. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.